ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എന്നും മാനിക്കുകയും സിനിമയെ സിനിമയായി തന്നെ കാണാൻ മാത്രം ബോധവും ബുദ്ധിയുമുള്ള ജനവിഭാഗമാണ് ക്രൈസ്തവർ. അതുകൊണ്ട് തന്നെയും കലയെയും കലാസൃഷ്ടികളെയും കാലാകാലങ്ങളായി സഭ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് അറിവുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ സംസാരിക്കാനൊരു പ്രത്യേക സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്രൈസ്തവ മതവിശ്വാസത്തെയും ക്രൈസ്തവ പരിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലെ ദൈവവചനത്തെയും ക്രൈസ്തവരുടെ മതചിഹ്നമായി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന കുരിശിനെയും അതുപോലുള്ള മറ്റ് അടയാളങ്ങളെയും താറടിച്ചു കാണിക്കുന്ന തരത്തിലും ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുമുള്ള ഒരു പ്രവണത സംഘടിതമായി എന്നു തന്നെ പറയേണ്ടി വരുന്ന രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് കാണാതെ പോകാൻ സാധ്യമല്ല. നമ്മളിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പശ്ചാത്തലമുണ്ട്. പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെയും വലിയ ഹൈപ്പ് കൊടുത്തും അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ഡെക്കറേഷനോടുകൂടെ ഒക്കെ റിലീസ് ചെയ്യപ്പെട്ട എമ്പുരാൻ എന്നു പേരുള്ള ഒരു സിനിമ ഇറങ്ങി. പ്രേക്ഷകർ ധാരാളം പേര് അത് കാണുന്നു. നിറഞ്ഞ തിയേറ്ററുകൾ എന്നൊക്കെ പറയപ്പെടുന്നു. നല്ല കാര്യം. പക്ഷേ ഈ സിനിമയിൽ ചില പരാമർശങ്ങളും ചില പശ്ചാത്തലങ്ങളും ക്രൈസ്തവ മതവിശ്വാസത്തെ മോശമാക്കുന്ന വികലമാക്കുന്ന തരത്തിലാണ് എന്നുള്ള വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തകർന്നു കിടക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒടിഞ്ഞു വീഴുന്ന ഒരു കുരിശ് തലകീഴായി വീഴുമ്പോൾ ആ കുരിശിനെ എൽ എന്ന ഇംഗ്ലീഷ് അക്ഷരമാക്കി മാറ്റി പിശാച് എന്ന അർത്ഥമുള്ള ലൂസിഫർ എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമായി ചിത്രീകരിച്ചുകൊണ്ട് പശ്ചാത്തലമൊരുക്കിയിട്ട് ഒരു വൈദികൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നായക കഥാപാത്രം പറയുന്ന ഡയലോഗുകൾ ഈ സിനിമയ്ക്ക് മതപരമായ ചില ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദൈവപുത്രൻ പോലും തെറ്റു ചെയ്തു കഴിഞ്ഞാൽ പിശാചിനെ അല്ലാതെ മറ്റാരെയാണ് ആശ്രയിക്കാൻ സാധിക്കുക എന്നുള്ള ഡയലോഗ്. അതുപോലെ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിയുന്ന ഇരുട്ടിൻ്റെ പൂവ് എന്നൊക്കെ പറയുന്നത് ദൈവവചനത്തെ വികലമാക്കുന്ന തരത്തിലുള്ള പ്രസൻറ്റേഷനാണ് എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ സിനിമ ട്രെയിലറും ടീസറും ഒക്കെ പുറത്തിറങ്ങിയതിനു ശേഷം സിനിമ ഇറങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, എമ്പുരാൻ എന്ന സിനിമ രാഷ്ട്രീയ സാമൂഹികമായ ചില തെറ്റുകൾ കണ്ടതിനാൽ അതിനെ റീ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണിയറ പ്രവർത്തകർ നൽകിയിട്ടുണ്ട് എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലുള്ള തെറ്റുകൾ കണ്ട മലയാളികൾ ലോകമെമ്പാടും ഒരുപക്ഷെ ആരാധനയോടെ കാണുന്ന ഒരു നായക കഥാപാത്രം ക്രൈസ്തവരുടെ വിഷമത്തെ, ക്രൈസ്തവരുടെ സെൻറ്റിമെൻറ്റിനെ, ക്രൈസ്തവരുടെ ഇമോഷനെ കാണാതെ പോയത്, ഞങ്ങളുടെ വികാരങ്ങൾക്ക് വില കൊടുക്കാത്തത് എന്നുള്ളത് ക്രൈസ്തവ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇപ്രകാരമുള്ള വികലമാക്കുന്ന ക്രൈസ്തവ മതവിശ്വാസത്തെ ഇകഴ്ത്തി കാണിക്കുന്ന രംഗങ്ങളും പശ്ചാത്തലങ്ങളും ഡയലോഗുകളും മോശമാണ് എന്ന് എന്തുകൊണ്ടാണ് മോഹൻലാലിന് തോന്നാത്തത്? അതുപോലെ തന്നെ ഈ സിനിമ സംവിധായകനായ പൃഥ്വിരാജിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെയും ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ വന്ന സാഹചര്യങ്ങളിലൊക്കെയും ദൈവവചനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവയെ വികലമാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ധാരാളമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരം ഒരു പശ്ചാത്തലത്തിൽ ഇല്ലൂമിനാറ്റി പോലുള്ള സംഘങ്ങളും അതുപോലെ തന്നെ സാത്താൻ സേവകരുമായവർ അപ്രകാരമുള്ള സംഘടനകൾ ഫണ്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ചില കോണുകളിലൊക്കെ ഉയർന്നിട്ടുണ്ട്.
അവയെ നമുക്ക് കാണാതെ പോകാൻ സാധ്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവമായ മതപരമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എന്നും താറടിച്ച് കാണിക്കാനും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ സംഘടിതമായ ശ്രമങ്ങൾ നടത്തുന്ന ഇല്ലൂമിനാറ്റി പ്രസ്ഥാനങ്ങളും അതുപോലെ സാത്താൻ ആരാധകരും സാത്താൻ സേവകരുമായ മനുഷ്യർ അവരുടെ ബ്ലാക്ക് മാസുകൾ പോലുള്ള കാര്യങ്ങളിൽ ക്രൂശിത രൂപത്തെയും മറ്റും തലതിരിച്ചു വെക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ചില ചിത്രീകരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമയിലും അപ്രകാരം കുരിശ് തലകുത്തായി വീഴുകയും അതൊടിഞ്ഞ് എൽ എന്ന ലൂസിഫറിൻ്റെ അക്ഷരമായി മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അതുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങളെ മലയാളികൾ പുച്ഛത്തോടെ തള്ളിക്കളയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സഭയ്ക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. ക്രൈസ്തവ മതവിശ്വാസത്തെ എന്ന് മാത്രമല്ല, ഒരു മതവിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള കലാസൃഷ്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ സുചിന്തിതമായ താല്പര്യവും ആഗ്രഹവും തീരുമാനവും. അതുകൊണ്ട് തന്നെയും ക്രൈസ്തവ മതവിശ്വാസത്തെ ഇപ്രകാരം അവഹേളിക്കുന്നവർ മറ്റ് മതവിശ്വാസങ്ങൾക്കെതിരെ, മറ്റ് മതങ്ങളുടെ പവിത്രമായി കരുതപ്പെടുന്ന ഗ്രന്ഥങ്ങൾക്കെതിരെ, അവരുടെ മതപരമായ അടയാളങ്ങൾക്കും ആചാരങ്ങൾക്കുമെതിരെ ഇപ്രകാരമുള്ള അവഹേളനത്തിന് തയ്യാറാകുമോ എന്ന ചോദ്യമല്ല എനിക്ക് ഉന്നയിക്കാനുള്ളത്. മറിച്ച് ഇപ്രകാരമുള്ള മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതൊന്നും ഉണ്ടാകാതിരിക്കണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. സമാധാനത്തോടെ യാതൊരു തരത്തിലുള്ള മതപരമായ വർഗീയതയോ ധ്രുവീകരണങ്ങളോ ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനപൂർവകമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ സിനിമയുടെ തിരക്കഥാകൃത്തായ മുരളി ഗോപിക്കോ, ഈ സിനിമ നിർമ്മാണത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഗോകുലം ഗോപാലനോ, ഈ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജോ, അതുമല്ലെങ്കിൽ സിനിമയുടെ നായക കഥാപാത്രമായ മോഹൻലാലോ മറ്റു നടീനടന്മാരോ ആരുമായിക്കൊള്ളട്ടെ, ഇപ്രകാരമുള്ള മറ്റ് മതവിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ മുൻപോട്ട് പോകേണ്ടതിന് പകരം ബോധപൂർവം ഇപ്രകാരമുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എങ്കിൽ അതിനെ തീർച്ചയായും നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. സംഘടിതമായ ഇപ്രകാരം നീക്കങ്ങൾക്കെതിരെ ജാഗ്രതയുള്ള ഒരു സമൂഹമാണ് എന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കുറച്ച് നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തുടർച്ചയായ ഒരു ക്രൈസ്തവ അവഹേളനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സിനിമ എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇതിനെ ഞാൻ ലഘൂകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇപ്രകാരം ഏതെങ്കിലും മതവിശ്വാസങ്ങളെ ഇകഴ്ത്തിക്കാണിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതുണ്ട്. ശ്രീ മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം രാഷ്ട്രീയ സാമൂഹികമായ ചില എതിർപ്പുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ക്രൈസ്തവരുടെ എതിർപ്പിനെയും ക്രൈസ്തവ മതവിശ്വാസത്തിനെതിരെയുള്ള കടന്നുകയറ്റത്തെയും അതിനെ ഇകഴ്ത്തിക്കാണിക്കുന്ന കാര്യത്തെയും എന്തുകൊണ്ടാണ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകാതിരുന്നത് എന്നുള്ള ചോദ്യം തീർച്ചയായും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു മതവികാരത്തെയും വ്രണപ്പെടുത്തുന്ന യാതൊരു തരത്തിലുമുള്ള കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സിനിമയെ സിനിമയായി കാണാൻ മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാനൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു. സിനിമ ഒരു വിനോദ ഉപാധിയാണ്. വിനോദ ഉപാധിയെ വിവാദ ഉപാധിയാക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് എമ്പുരാൻ എന്ന സിനിമയുടെയും ഇതിനു മുൻപ് ലൂസിഫർ എന്ന പേരിൽ ഇതിൻ്റെ 1-ാം ഭാഗമെന്ന് അണിയറ പ്രവർത്തകർ തന്നെ പേരിട്ട് വിളിക്കുകയും ഇനി 3-ാം ഭാഗം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്രകാരമുള്ള മതവിശ്വാസങ്ങൾക്കെതിരാകുന്ന യാതൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇതിന് അണിയറ പ്രവർത്തകർ ജാഗ്രതയുള്ളവരാകണം, ശ്രദ്ധിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ മുൻപോട്ട് വെക്കുകയാണ്. സിനിമ ഇന്ന് കൗമാരക്കാരെയും യുവജനങ്ങളെയും എന്ന് മാത്രമല്ല, പ്രേക്ഷകരെ ആകമാനം ഒരു പരിധിവരെ സ്വാധീനിക്കുന്ന ഒരു കലയാണ്. അതുകൊണ്ട് തന്നെയും ധാരാളം പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രകാരമുള്ള മതനിരാസത്തിൻ്റെയും മതപരമായ ധ്രുവീകരണത്തിൻ്റെയും വർഗീയതയുടെയോ അതുമല്ലെങ്കിൽ മതപരമായ വിശ്വാസത്തെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിലോ അവഹേളിക്കുന്ന തരത്തിലോ ഉള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരും പരസ്പരം ഇപ്രകാരമുള്ള കാര്യങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോലും ഇട കൊടുക്കാത്ത വിധം, ഏതെങ്കിലും കലാസൃഷ്ടികളെക്കുറിച്ച് സംശയം പോലും ഉളവാക്കാൻ ഇല്ലാത്ത വിധം നിരുപദ്രവകരമായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്.
എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ പൈശാചിക ശക്തികളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അതിന് മുൻഗണന കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ ഇങ്ങനെ ഇറങ്ങാനൊരു കാരണമായിട്ട്? ഈ എമ്പുരാൻ എന്ന സിനിമയുടെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ മറ്റു പല സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മയ്ക്ക് പകരമായി തിന്മയെ മഹത്വവൽക്കരിക്കുന്ന ഒരു ട്രെൻഡ് അറിഞ്ഞോ അറിയാതെയോ എന്നല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവമായി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത് ആരുടെയെങ്കിലുമൊക്കെയോ നിർമ്മിത അജണ്ടകളുടെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റോടുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കാണുന്നത് തീർച്ചയായും നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഒരിക്കലും ഉതകുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന് മുകളിൽ, നന്മയുടെ രൂപമായ ദൈവത്തിന് മുകളിൽ പിശാചിനെ, കറുത്ത മാലാഖയായ പിശാചിനെ ഉയർത്തിക്കാണിക്കുകയും തിന്മയെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഇപ്രകാരമുള്ള പ്രവണതകളെ തീർച്ചയായും അവഗണിക്കേണ്ടതുണ്ട്, ഇല്ലാതാക്കേണ്ടതുണ്ട്. ഇത് കേവലം ക്രൈസ്തവരുടെ മാത്രം ഒരു ആവശ്യമായിട്ടല്ല, പൊതുസമൂഹത്തിൻ്റെ മുഴുവനായ ആവശ്യമായി തന്നെ ഇപ്രകാരമുള്ള പ്രവണതകൾ കാണിക്കുന്നവരെ മനസ്സിലാക്കണമെന്നും അതിൽ നിന്നും പിന്മാറണമെന്നും ആവശ്യപ്പെടുകയാണ്. നമ്മൾ സഭ പലപ്പോഴും ഈ ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ തുടർച്ചയായി ഇറങ്ങുന്നു. പക്ഷേ സഭയുടെ ചില സമയത്തൊക്കെ എതിർപ്പുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ തുടർച്ചയായി ഇങ്ങനെ ഈ ക്രൈസ്തവ മൂല്യങ്ങളെ, വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന സിനിമകൾ ഇങ്ങനെ ഇറങ്ങുന്നതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ഒരു ചേതവികാരം? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതമാണ് ക്രൈസ്തവ മതം. ദശലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ ദൈവപുത്രനായി കാണുന്നത് യേശുക്രിസ്തുവിനെയാണെന്നും പവിത്ര ഗ്രന്ഥമായി കാണുന്നത് ബൈബിളാണെന്നും വിശുദ്ധ കുരിശ് എന്നുള്ളത് ക്രിസ്ത്യാനികളുമായി പെട്ടെന്ന് ബന്ധപ്പെടുന്ന ഒരടയാളമാണെന്നുമുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പല പ്രാവശ്യം ഇപ്രകാരമുള്ള ടെസ്റ്റ് ഡോസുകൾ, മതവിശ്വാസത്തെ മോശമാക്കുന്ന കാര്യങ്ങൾ കലകളിലൂടെ വന്നിട്ടും നമ്മൾ സമയാസമയങ്ങളിൽ പ്രതികരിച്ചില്ല എന്നുള്ള ഒരാക്ഷേപം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ കാരണം സിനിമയെ സിനിമയായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അതർഹിക്കുന്ന എല്ലാ വിലയും കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സീമകളും ലംഘിച്ച് ഇപ്രകാരമുള്ള കാര്യങ്ങളെ പൊതുസമൂഹത്തിലേക്ക് ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന തരത്തിലേക്കൊക്കെ ആവർത്തിച്ച് സംഘടിതമായി എന്ന് തോന്നുന്ന വിധം നൽകുമ്പോൾ ഇതിന് പുറകിൽ ഫണ്ട് ചെയ്യുന്ന ഇല്ലൂമിനാറ്റി പോലുള്ള, അതല്ലെങ്കിൽ സാത്താൻ സേവകർ എന്ന് വിളിക്കപ്പെടുന്ന സംഘടനകളെയും അപ്രകാരമുള്ള കാര്യങ്ങളെയും ഒക്കെ സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്രകാരം ഒരു പ്രതികരണം പോലും നൽകേണ്ടി വരുന്നത്. അതല്ലാതെ ഇപ്രകാരമുള്ള കലാസൃഷ്ടികളോട് ഞങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുള്ളത് കൊണ്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം നമ്മളൊക്കെ കലയെ സ്നേഹിക്കുന്നവരാണ്, കലാകാരന്മാരെ ആദരിക്കുന്നവരാണ്, ഇപ്രകാരമുള്ള കലാസൃഷ്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. പക്ഷേ അത് നന്മയ്ക്കു വേണ്ടി ഉളവാകുന്നതാകട്ടെ, പൊതുസമൂഹത്തിൽ കൂടുതൽ നന്മയും മേന്മയും ഉളവാകുന്ന കലാസൃഷ്ടികളാകട്ടെ എന്നത് മാത്രമാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടി ക്രിട്ടിസൈസ് ചെയ്യാത്തത് ഞങ്ങളുടെ ബലഹീനതയായി ആരും കണക്കാക്കരുത്. മറിച്ച് കൃത്യതയോടുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിന് പോറലേൽക്കുന്ന, അതിനൊരു മതേതര ഫാബ്രിക്കിന് ബുദ്ധിമുട്ടുളവാക്കുന്ന ഒന്നും സംഭവിക്കരുത്, ഒരു വാക്കുപോലും വരരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മൗനം ഭുജിക്കുന്നത്. അത് കേവലം ഞങ്ങളൊരു രാഷ്ട്രീയ വോട്ട് ബാങ്ക് അല്ല എന്ന കാരണത്താൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ അവഗണിച്ച് മുൻപോട്ട് പോകാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ശബ്ദമുയർത്തേണ്ടി വരും. ഞങ്ങളുടെ ഐക്യത്തെ, ഞങ്ങളുടെ സംഘടനാ പാടവത്തെ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്കും പ്രതിഷേധമായി അറിയിക്കേണ്ടി വരും. അതിനൊന്നും സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. സന്തോഷകരമായി സമാധാനത്തോടു കൂടി മുൻപോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് തന്നെയുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമവും കൂട്ടായ യത്നവും.